പിന്നെ കഴിഞ്ഞ ദിവസമാണ് വലിയൊരു സംഭവം ഉണ്ടാകും. നമ്മുടെ ന്യൂസ് 80 കേരളയിൽ ഒരു ചർച്ചയ്ക്കിടയിലാണ് പ്രിൻറ്റു മഹാദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കണമെന്ന് പറയുന്നത്. വലിയ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഓർത്തു വെക്കണം, അതിന്റെ ഒരു ഗ്രാമിറ്റി ഒന്ന് ഓർത്തു വെക്കണം. ഇന്ത്യ മുഴുവൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു യുവ നേതാവിന്റെ നെഞ്ചിലേക്ക്, അത് കോൺഗ്രസിന്റെ ഒരു യുവ നേതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം, അതായത് ആ ഒരു വെറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാക്കുകൾ പുറത്തു വരുന്നത്. എന്നിട്ട് പോലും കോൺഗ്രസ് ഇന്നത് സഭയിൽ ഉന്നയിക്കുകയും എന്നാൽ പോലും പറയുന്നത് സഭയിൽ ഉന്നയിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല, കേസെടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അവിടെ 2-3 രീതിയിൽ അതിനെ കാണാം. ഒന്ന്, രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഏതെങ്കിലും രാഷ്ട്രീയ വിഷയം പിണറായി വിജയൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അതെ, ടേക്ക് ചെയ്തിട്ടില്ല ഒരിക്കലും. ഇല്ല. ഈ വോട്ട് ചോരി പോലും, വോട്ട് ചോരിയൊന്നും മിണ്ടിയിട്ടില്ല. അതെ. അതുപോലെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതെ. ഒരു വിഷയത്തിൽ പോലും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഒരുപക്ഷെ പാർലമെന്റിലിരിക്കുന്ന മറ്റ് MP-മാർ ചിലപ്പോൾ ഉന്നയിച്ചേക്കും CPM-ന്റെ, പക്ഷേ ഇദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. ഇത്രയും വലിയ ചർച്ച ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇനി അത് വേണ്ട, 2024 ഇടതല്ലെങ്കിൽ ഇന്ത്യയില്ല എന്നല്ലേ നമ്മളോട് പറഞ്ഞത്? അതെ. കേരളത്തിന് പുറത്തും CPM ഉണ്ടല്ലോ, തമിഴ്നാട്ടിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ മധുര സീറ്റ് CPM മത്സരിക്കും. പിണറായി വിജയൻ ഒരു ദിവസം മധുരയിൽ പോയി പ്രസംഗിക്കാമല്ലോ, ഒരു ദിവസം. മുമ്പൊക്കെ പോകായിരുന്നു, ഇപ്പൊ ഇല്ല. രാജസ്ഥാനിൽ ആ 4ാമത്തെ സീറ്റ് കിട്ടിയത് കൊണ്ടാണ് പാർട്ടിക്ക് ദേശീയ പദവി നിൽക്കണേ. 4ാമത്തെ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റ് കൊടുത്തുകൊണ്ടാണ് നിൽക്കണേ. അവിടെ പോയി പ്രസംഗിക്കായിരുന്നല്ലോ, ഞങ്ങളെ ജയിപ്പിച്ചു തരണം. ബംഗാളിൽ പോകാമായിരുന്നല്ലോ. ഒരു സ്ഥലത്ത് പോലും കേരളത്തിന് പുറത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പോകാതിരുന്നത്? നമ്മളതിന്റെ ഷിഫ്റ്റൊക്കെ അതിന് മുമ്പ് തുടങ്ങണം, അതിന് മുമ്പ് തന്നെയുണ്ട്. അത് എന്താന്ന് വെച്ചാൽ പല വ്യക്തിപരമായ കാരണമാണെന്ന് ചിലർ പറയുന്നുണ്ട്. വ്യക്തിപരമായ കാരണം മാത്രമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം പാർട്ടിക്ക് ഭരണം കിട്ടണം എന്നുള്ളതും ആവാം. വ്യക്തിപരമായ കാരണം അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസും മക്കളുടെ പേരിലുള്ള കേസൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ തന്നെ ഭരണം ഇനിയും തുടർ ഭരണം കിട്ടണം എങ്കിൽ അവരെ സന്തോഷിപ്പിച്ച് നിർത്തണം എന്നൊരു അജണ്ട. ഇപ്പോൾ ഹിന്ദു വോട്ട് വർഗീയവൽക്കരിച്ചാൽ അതിന് ചിലപ്പോൾ കോൺഗ്രസിനും കുറച്ച് വോട്ട് പോയേക്കാം, എനിക്കറിയില്ല, പോയേക്കാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വോട്ട് പോവുക CPM-ൻ്റെയാണ്. CPM-ൻ്റെ ഹിന്ദു വോട്ട് ബേസ് കേരളത്തിൽ. അവർ വർഗീയവൽക്കരിക്കപ്പെട്ടാൽ ആർക്കാ വോട്ട് നഷ്ടം വരിക? CPM. ഈ ഒരു ഇത് ഉണ്ടായിട്ടും ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കേരളം മാത്രമേ വേണ്ടൂ ഇന്ത്യയിൽ? കേരളത്തിന് പുറത്തൊരു സീറ്റ്. ഇപ്പോൾ അദ്ദേഹം ഇന്തോനേഷ്യക്ക് പോയി, സുഖമില്ലാണ്ട് ആശുപത്രിയിലല്ല, പിന്നെ അത് മനസ്സിലാക്കാം. അദ്ദേഹം കുടുംബസമേതം ഇന്തോനേഷ്യക്ക് പോയി, സിംഗപ്പൂർ, എവിടെയൊക്കെ പോയി. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ രാജസ്ഥാനിൽ വരാം, ഒരു ദിവസം ഞാൻ ബംഗാളിൽ വരാം. CPM-ന്റെ ഏക മുഖ്യമന്ത്രിയാണ്, ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വർഗീയത ഏറ്റവും ചെറുക്കുന്നത് ഞങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, രാഹുൽ ഗാന്ധിയെ നിറയൊഴിക്കണമെന്ന് പറഞ്ഞത് ഇവർക്കൊരു സീരിയസ് പ്രശ്നമല്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലൊരു MP ആയിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി, അത്രേ ഉള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലൊരു പഴയ MP അല്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പുറത്തവരില്ല. അവർ പ്രതിപക്ഷത്താണോ ഭരണപക്ഷത്താണോ എന്ന് അവർക്ക് സംശയമുണ്ട് ഇന്ത്യയിൽ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം, ഇന്ത്യയുടെ ഭരണപക്ഷത്താണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും 10 വർഷമായില്ലേ, 10 വർഷത്തോളമായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഒരു പ്രാവശ്യം മോഡിയുടെ പേരെടുത്ത് പറഞ്ഞു നിങ്ങൾ മീഡിയക്കാർ നോക്കിക്കോളൂ. അമിത്ഷായുടെ പേരൊക്കെ പറയും, പക്ഷെ മോഡിയുടെ പേര് പറയില്ല എന്ന് മാത്രമല്ല, RSSന്റെ ഏറ്റവും അടുത്ത വക്താവായ നിതിൻ ഗഡ്കരിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നിച്ചാണ്. പിന്നെ ജാവ്ദേക്കറെ കണ്ട, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പ്രശ്നം അപ്പൊ അജിത് കുമാർ RSSകാരെ കണ്ടുകൊണ്ട് ഇതുവരെ വല്ല പ്രശ്നമാണ്. CPI തല കുത്തി മറിഞ്ഞു, നല്ല ഗുണമുണ്ടായി. തൃശ്ശൂർ തോൽപ്പിച്ചത് എന്നെ പൂരം കലക്കിയത് അജിത് കുമാറാന്ന് പറഞ്ഞു. CPM-ന് ഒരു പ്രശ്നവുമില്ല. CPM-ന്റെ ഏറ്റവും ഗുഡ് ബോയ് തന്നെയാണ് അജിത് കുമാർ ഇപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ BJP-യുമായി ഒരു അലയൻസ് ഉണ്ടാക്കിയപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, മൊത്തം ഹിന്ദു വോട്ടുകൾ നല്ലൊരു ഭാഗം വർഗീയവൽക്കരിക്കപ്പെട്ടാൽ പിന്നെ കുറച്ച് BJP-ക്ക് വോട്ട് ചെയ്യും, കുറച്ച് CPM-ന് വോട്ട് ചെയ്യും, കുറേ സീറ്റുകൾ ജയിക്കും, കുറേ സീറ്റ് BJP-ക്കും കിട്ടും. കിട്ടിക്കോട്ടെ, BJP കേരളത്തിൽ സീറ്റ് കിട്ടിക്കോട്ടെ, പിണറായി വിജയൻ എന്താ കുഴപ്പം? അത്ര സീറ്റ് UDF-ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇവർക്ക് ഭരണം ഇനിയിപ്പോൾ തുലാസിൽ വന്നാൽ BJP നിഷ്പക്ഷത പാലിച്ചാൽ തന്നെ ഭരിച്ചൂടെ? അങ്ങനെ ചെയ്യാലോ. BJP-ക്ക് പിണറായി വിജയൻ എന്തിനോ എതിർക്കേണ്ട കാര്യമില്ല, അവർക്കൂടെ വരാത്തുള്ളൂ. അവിടെയാണ് RSSന്റെ അജണ്ടയെ നമ്മൾ കാണുന്നത്. RSS ഉണ്ടാക്കുന്ന
അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയായി പിണറായി വിജയൻ മാറുകയാണ്. അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തൊരു ഇരയാണ്. ആ ഇരയിൽ ഞാൻ കൊത്തി സ്വന്തം അധികാരത്തിന് വേണ്ടി. അവിടെയാണ് പ്രശ്നം. തിരിച്ചറിയുന്ന പോലും തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ശേഷം പ്രളയം എന്നാണ് കാണണമെങ്കിലും ഞാൻ ഇത് പിണറായി 3 കഴിഞ്ഞ് പിണറായി 4 വരുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യമൊക്കെ നൽകട്ടെ ദൈവം ഉണ്ടെങ്കിൽ. പക്ഷേ എത്ര കാലം? അത്രയും കാലം ഈ പറഞ്ഞ ചട്ടക്കൂടിൽ ഹിന്ദു വർഗീയതയുടെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ സംഭവിക്കുക BJP ഉറപ്പായിട്ടും ഇതിന്റെ ബാർഗെയിനിൽ 2024 കിട്ടിയ വോട്ട് പോലും BJPക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കുറെ വോട്ട് CPMലേക്കോ വേറെ ആർക്കോ പോകും ഏതെങ്കിലും രീതി. രണ്ടാമത്തെ വിഷയം, CPMലെ സെക്യുലർ വോട്ട്, ഇടതുപക്ഷത്തെ സെക്യുലർ വോട്ട് വലിയ തോതിൽ അവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്യും. കാരണം ഇതിനും പിന്തുണയ്ക്കാൻ പറ്റില്ല. ഇങ്ങനൊരു ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ പറ്റും. ഒരു ഇടതുപക്ഷം നിന്നാൽ പിന്നെ എന്തിനാ ഇടതുപക്ഷം നീ? അങ്ങനെയല്ലേ? ഞാനൊരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ ഞാൻ എന്തിനാ ആലോചിക്കണേ? എന്തിനാണ് ഇങ്ങനൊരു ഇടതുപക്ഷം? പേരിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. നമ്മൾ സാമ്പാറെന്ന് എഴുതിയിട്ട് കറി പരിപ്പ് കൊണ്ടുവച്ചാൽ സാമ്പാറാവില്ലല്ലോ. പേര് സാമ്പാറെന്നാണ് എന്നിട്ട് കാര്യമല്ലോ. ഇവിടെ പ്രശ്നം അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഏറ്റവും അടിത്തറ, സെക്യുലർ ഡെമോക്രാറ്റിക് എന്ന അടിത്തറ തകർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 87 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവർ ഓർക്കണം. CPM ഇപ്പൊ തിരിച്ചു പോകേണ്ടത് 87ലേക്കാണ്. 87ലേക്ക് പോയി ഞങ്ങൾ തത്വാധിഷ്ഠിതമായി നിലപാടെടുക്കുന്നു. ജയിച്ചാലും തോന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ തവണയ്ക്ക് പിണറായി വിജയൻ അതല്ലേ പറഞ്ഞേ? ശബരിമല കാലത്ത് പറഞ്ഞ എന്താ? 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യില്ല. അപ്പൊ 4 വോട്ടിന് വേണ്ടി എല്ലാ പഠിക്കലും പോവുക, അവതാനന്ദമായിട്ട് പഠിക്കാൻ പോയി. അപ്പൊ ഇത് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും കേരളത്തിൽ. ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടാണെങ്കിലും ഒരു പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡ് എടുക്കുന്ന ആളുകൾ. എന്തായാലും ഇടതുപക്ഷത്തിന് ഇനി പിന്നാങ്ങിയിട്ട് കാര്യമില്ല. സെക്യുലർ ഒരു ഫാബ്രിക് നശിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ഒരുപക്ഷെ വേറെ എന്തെങ്കിലും വഴികൾ നോക്കേണ്ടി വരാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ പോലും വലിയ തോതിൽ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. CPM സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഇടതുപക്ഷ മനസ്സുള്ളവർ കേരളത്തിലുണ്ട്. ഒരു സംശയമില്ല. അവരൊരു പ്രതീക്ഷ അതാണ്. BJPക്കെതിരായ ഒരു പ്രതീക്ഷ എന്നവർ പറയുന്നത് രാഹുൽ ഗാന്ധി നടന്ന മുന്നേറ്റമാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെ CPMൽ ഒരു വിഭാഗം അതുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കും. CPM പിന്തുണയ്ക്കുന്നവർ അവർക്ക് വിട്ടുപോകാതിരിക്കാൻ വഴിയുണ്ടാവില്ല. ഇങ്ങനൊരു അജണ്ട വന്നാൽ പിന്നെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ലക്ഷ്യമൊന്നുമില്ല. ഇത് വേറൊരു അവർക്ക് ഇത് ഓപ്പണായല്ലോ. ഇതിപ്പോ ഓപ്പണായല്ലോ, സംഭവം ഓപ്പണായല്ലോ. ഇനി പൊളിച്ചു വയ്ക്കാനൊന്നുമില്ല. എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും വളരെ ഒബ്വിയസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന തുറന്ന പുസ്തകമായില്ലേ ഇപ്പോൾ ഈ അജണ്ട. അതിനിടയ്ക്ക് 6 ഏക്കറുമായിട്ടുള്ള വലിയ ചർച്ച വരുന്നു. 6 ഏക്കറെ കൂടെ നിർത്തുന്നു, ഭാരതാംബ ഒഴിവാക്കി, പക്ഷെ മറ്റേ പുസ്തകം കൊടുത്തു. ഇതൊക്കെ ഉണ്ടാക്കുന്ന, അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു ഇടതുപക്ഷ മനസ്സിലുണ്ടാക്കുന്ന 2 തരത്തിലുള്ള വികാരമുണ്ട്. ഒന്ന് പാർട്ടി അടിമ എന്ന നിലയ്ക്ക് എനിക്ക് വികാരം, പാർട്ടി പറഞ്ഞു ചെയ്യണത്. മറ്റൊന്ന് ഇത് ശരിയല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ്. അപ്പൊ ധ്രുവീകരണം നടക്കുക ചിലപ്പോൾ ഇടതുപക്ഷത്തിലാവും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ധ്രുവീകരണം നടക്കുന്നത് ഇടതുപക്ഷത്തിലാവും. ആ ധ്രുവീകരണം ആണ് കേരളത്തിന്റെ പ്രതീക്ഷ. ഇതിനെതിരായി നിൽക്കുന്ന, ഇസ്ലാമോഫോബി ഒന്നും പറയാത്ത, അറ്റ്ലീസ്റ്റ് സെക്യുലർ ആയി നിൽക്കുന്ന ഒരു അതാണ്. വളരെ നന്ദി സാർ.